ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി CPM ജില്ലാ സെക്രട്ടറി. ഇയാളുടെ നിലവാരം നോക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. പുച്ഛം തോന്നുന്നില്ലേ? ഈ VD സതീശന്റെ ഒക്കെ കാര്യമായിരിക്കും പുച്ഛം തോന്നുന്നു. ഈ ഒരു മറ്റെന്തൊരു പടക്കം പൊട്ടി എന്ന് പറഞ്ഞ കേസിന് ഈ കോഴിക്കോട്ടെ CPM-ന്റെ ബഹുമാനനായ ജില്ലാ സെക്രട്ടറിയൊക്കെ പ്രതി ചേർക്കണം, ഒന്നാം പ്രതിയാണെന്നൊക്കെ പറയാതൊക്കെ നിലവാരത്തിലാണ്. കേരളത്തിനകത്ത് കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ നേതാക്കന്മാർ ഇറങ്ങാൻ ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയാം. നിർത്തിക്കൊള്ളണം. ഇമാതിരി തോന്നിവാസങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിലെ സതീശന്റെയും ഒക്കെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ ഈ വ്യാജ നിർമ്മിതികൾക്കെതിരെയും എല്ലാം വലിയ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് DYFI നേതൃത്വം കൊടുക്കും. വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെയും സ്ത്രീകളെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇനി ഈ കേരളത്തിനകത്ത് കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ നേതാക്കന്മാർ ഇറങ്ങാൻ ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയാം. നിർത്തിക്കൊള്ളണം. ഇമാതിരി തോന്നിവാസങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിലെ സതീശന്റെയും ഒക്കെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചോളാം. നിങ്ങൾക്ക് ഏത് സമയത്തും അങ്ങ് കൊട്ടാനുള്ള ഒരു ചെണ്ടയല്ല ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും അവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുമൊന്നും. ഇത് വലിയ പ്രയാസം കൊണ്ട് പറയാ. ഓരോ കമന്റുകളും എടുത്തു നോക്ക്. നിങ്ങൾ നേതൃത്വമാകെ പിന്തുണ കൊടുക്കുക, എന്നിട്ട് കുലുങ്ങി ചിരിക്കുക. അതുകൊണ്ട് വളരെ വിനയത്തോടു കൂടി എന്നെ കേൾക്കുന്ന കോൺഗ്രസിലെ ചില മാന്യന്മാരുണ്ടാകും. ആ മാന്യന്മാരോട് തന്നെ പറയാനുള്ളത്, നിങ്ങൾ തിരുത്തിക്കൊള്ളണം ഈ ഗൂഢസംഘത്തെ. നിങ്ങളിപ്പോ പാലക്കാട് തിരുത്തുന്നു എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ തിരുത്തി ഇവരുടെയൊക്കെ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് DYFI മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ വടകരയിലെയും കേരളത്തിലെയും ഒക്കെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഏത് പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ടിറങ്ങും. നമ്മുടെ നാടിനകത്ത് ഒരു ധ്രുവീകരണ ചിന്താഗതിയും ഉണ്ടാകരുത്. RSSും മറ്റും ആഗ്രഹിക്കുന്നത് പോലെ വിഭാഗീയമായി നമ്മുടെ നാട് അങ്ങ് ചേരിതിരിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി ഏതറ്റം വരെയും ഏത് ക്യാമ്പയിൻ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ആ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹത്തിനകത്ത് വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവർക്കെതിരെയും അതോടൊപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് ഈ മറ്റു വിഭാഗങ്ങളെ കുറിച്ചൊക്കെ വല്ലാത്ത അസ്വസ്ഥതകളും ചിന്തകളും ഉള്ളവരെയൊക്കെ ശരിയായ രീതിയിലേക്ക് മാനവികതയിലേക്ക് മനുഷ്യപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും. നമ്മുടെ നാട് ഒരിക്കലും ഒരു സംഘർഷഭരിതമായ ഒരു സംഘർഷങ്ങളുടെ ഒരു നാടായി മാറരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇന്നലെ കേസരിയത്ത് വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായെന്ന് പറയുന്നു. അതിന് പിന്നില് CPM-ഉം DYFI-യും ആണെന്നാണ് RMPയുടെ ആരോപണം. അപ്പൊ അതിന് എന്താണ് DYFIക്ക് പറയാനുള്ളത്? ഇന്നിപ്പോ ഞാൻ വേറൊരു ഇതുകൂടി കേട്ടു. VD സതീശൻ പറഞ്ഞത് കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറിയാണ് അതിന്റെ കാരണത്തിൽ അങ്ങനെയല്ലേ ഒരു സ്ക്രീൻഷോട്ട് ഞാനതൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞ വാചകമായി VD സതീശന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി CPM ജില്ലാ സെക്രട്ടറി. ഇയാളുടെ നിലവാരം നോക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. പുച്ഛം തോന്നുന്നില്ലേ? ഈ VD സതീശന്റെ ഒക്കെ കാര്യമായിരിക്കും പുച്ഛം തോന്നുന്നത്. ഈ ഒരു മറ്റെന്തൊരു പടക്കം പൊട്ടി എന്ന് പറഞ്ഞ കേസിന് ഈ കോഴിക്കോട്ടെ CPM-ന്റെ ബഹുമാനനായ ജില്ലാ സെക്രട്ടറിയൊക്കെ പ്രതി ചേർക്കണം, ഒന്നാം പ്രതിയാണെന്നൊക്കെ പറയാതൊക്കെ നിലവാരത്തിലാണ്. ഇയാളുടെ സ്കൂളിൽ നിന്നാണ് ഈ ഹരിഹരൻ പഠിച്ചത്. ഹരിഹരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സതീശനുണ്ട്. അതുകൊണ്ട് സതീശൻ ഉൾപ്പെടെയുള്ളവരൊക്കെ എന്തും വിളിച്ചു പറയും. അതുകൊണ്ട് ഞങ്ങളുടെ തലയിലേക്ക് അതൊന്നും എടുത്ത് കൊണ്ടുവരും. ഇപ്പോ കേരളത്തിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് ഈ ഹരിഹരനും സംഘവുമാണ്. ഹരിഹരന് പിന്തുണ കൊടുത്ത് അദ്ദേഹത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന സതീശനും ഷാഫിയുമാണ്. ആ സതീശന്റെയും ഷാഫിയുടെയും ആ ഗൂഢസംഘത്തിന്റെയും ആവശ്യമാണ് ഈ പൊതുസമൂഹത്തിൽ ഈ ചർച്ചയൊന്ന് വഴിതിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളത്. അതിനവർ ചിലപ്പോൾ പടക്കമോ മറ്റെന്തെങ്കിലുമോ ഒക്കെ ചെയ്യും, എറിയും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവും ഷാഫിയും എന്തിനാ ഹരിഹരനെ അവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത്? ഈ കാര്യങ്ങളൊക്കെ ഹരിഹരനെ ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നതാരാ? എന്റെ
ഇനി നിങ്ങൾ പറയുന്നത് പോലെ പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി കേട്ടതാണല്ലോ ഈ പ്രസംഗം. ആ ചിരിക്കുന്ന ഒച്ചയും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ, കേട്ടതാണല്ലോ. നമ്മൾ എന്തേ തിരുത്തി പറയാതിരുന്നത്? ഇവിടെ ഇപ്പോൾ ഞാനൊന്ന് സംസാരിച്ചു കഴിഞ്ഞ് അത് തെറ്റാണെങ്കിൽ എന്നോട് പറയില്ലേ? അല്ലെങ്കിൽ എണീറ്റ് ചെവിയിൽ പറയില്ലേ ഇങ്ങനെ സംഭവിച്ചു? അല്ലെ അതിന് ശേഷം പറയണ്ടേ? വലിയ മാന്യന്മാരായി ചമയുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? ആ ചിരി നിങ്ങളൊക്കെ കേട്ടതല്ലേ? നിങ്ങൾ ഏതെങ്കിലും ചാനലുകാർ അതിന്റെ വീഡിയോ കാണിച്ചോ? കാണിക്കുന്നില്ലല്ലോ. പക്ഷെ ചിരി പുറത്തു വരുന്നുണ്ടല്ലോ. ആ എടുക്കാൻ വിട്ടുപോയി നിങ്ങൾ. പക്ഷെ ഞങ്ങൾ ആരാ പ്രസംഗിച്ചെങ്കിൽ നിങ്ങൾ എടുക്കുകയായിരുന്നു, തീർച്ചയായും നിങ്ങൾ കാണിക്കും ചെയ്യായിരുന്നു. പോലീസിന്റെ എഫ്ഐആർ ഞാൻ പറയാം. അധികാരിയുടെ വീട് ആക്രമിച്ചതിൽ CPM DYSI പ്രവർത്തകരെന്നാണ് പറയുന്നത്. പോലീസിന്റെ എഫ്ഐആർ അത് വരട്ടെ. എഫ്ഐആർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവർക്ക് കൊടുത്ത പരാതിക്കനുസരിച്ചായിരുന്നു. ഹരിഹരനെ പോലെയുള്ള ഇങ്ങനെ ഇത്രയും സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന KK രമയുടെയും സതീശന്റെയും ഷാഫി പറമ്പിന്റെയും ഈ വ്യാജ നിർമ്മിതികളുടെ ഒക്കെ ഉപജ്ഞാതാക്കളുടെ ഒക്കെ ഒരു ഗൂഢസംഘത്തിൽ കൊടുക്കുന്നവർക്ക് എന്തൊക്കെ രീതിയിൽ ഇങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? ഏതായാലും ഞങ്ങൾ അറിവോടുകൂടിയല്ല, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റും, നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ ഒരു വടക്കെറിയേണ്ട ഗതികേടൊന്നും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇന്നത് വിളിച്ചിട്ട് ജയിലിൽ പോകുന്നു അല്ലേ? അങ്ങനെ വിളിച്ച് ജയിലിൽ പോകേണ്ട ഗതികേട് ഇല്ല. നമുക്കെന്നൊരു ഓർമ്മയുണ്ട്, ശെൽവരാജ് എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്, ഓർമ്മയില്ലേ? ആരാ ശെൽവരാജ്? കോൺഗ്രസിൽ പോയതാ MLA. ശെൽവരാജിന്റെ വീട് കത്തിച്ചു. ഭയങ്കര ചർച്ചയായിരുന്നു കേരളത്തിൽ. എത്ര ദിവസം നിങ്ങൾ ചർച്ചക്കെടുത്തു? അവസാനം പ്രതിയെ പിടിച്ചു. ആരാ? യൂത്ത് കോൺഗ്രസ്സുകാരാ. ഈ പറയുന്ന ഗൂഢസംഘത്തിന്റെ പ്രതിനിധികളാ. മറ്റൊരു സ്ത്രീയുണ്ട്, ലീന, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മുട്ടത്തറ, തിരുവനന്തപുരത്ത്. അവര് ഭയങ്കര ബഹളായിരുന്നു രാത്രി. എന്റെ വീടാകെ അടിച്ചു പൊളിച്ചേ. എന്നിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വീട് സന്ദർശിച്ചു. DYFI അക്രമം എന്നൊക്കെ പറഞ്ഞങ്ങ് ഘോരഘോരം സംസാരിച്ചു. എന്നിട്ട് അവസാനം എന്തായി? ഒരു പ്രതിയെ പിടിച്ചു. പ്രതിയുടെ പേര് നിഖിൽ കൃഷ്ണ എന്നാണ്. ബന്ധം അന്വേഷിച്ചു. നോക്കുമ്പോൾ ആരാന്നറിയോ? ലീനയുടെ മകൻ. എങ്ങനെയുണ്ട്? ലീനയുടെ മകൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ലീനയുടെ മകൻ തന്നെ വീട് അടിച്ചു പൊളിച്ചതിന്റെ പ്രതിയായി ഇവിടെ വന്നു. എങ്ങനെയാ വന്നത്? അപ്പൊ ഇതൊക്കെ കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഈ VD സതീശനും ഷാഫി പറമ്പിലും അതുപോലെ വ്യാജ നേതൃത്വവും ഒക്കെ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്കാണ്. അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കേരളത്തിന്റെ സ്വയം ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ വ്യാജ നിർമ്മിതിക്കാർ പോകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു കാഫിർ സ്ക്രീൻഷോട്ടോടുകൂടിയാണല്ലോ പ്രചരണത്തിന്റെ തലം മാറുന്നത്. അല്ലല്ല, പോലീസിന്റെ അന്വേഷണം ഉണ്ടായി. കാഫിർ മാത്രമല്ല, ആദ്യം അവസാനത്തല്ല, കാഫിർ അതിന്റെ കൂടെ ഇതുകൂടി ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതാ. അവിടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വാർത്ത, ഒരു അഭിമുഖം, ഡോക്ടർ അരുൺകുമാറുമായിട്ടൊരു അഭിമുഖം കട്ട് ചെയ്തോ? ഇല്ലേ? കട്ട് ചെയ്തോ? പ്രചരിപ്പിച്ചോ? പ്രചരിപ്പിച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇവൻ ആരാ? ശോഭിൻ തോമസ്. അവൻ കഷണം ചോദിച്ചോ? ചോദിച്ചില്ലേ? ആരാ ഇവൻ? നിങ്ങൾ ചോദിച്ചോ? AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിലുള്ള ലെറ്റർ പേഡ് അവിടെ പ്രചരിപ്പിച്ചോ? ഇതിനൊക്കെ 8ഓളം പ്രതികളെ പിടിച്ചല്ലോ. ആരാ ഇവരൊക്കെ? ഇവരൊക്കെ കോൺഗ്രസ് ആണെന്ന്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇതാകെ ചെയ്യുന്നത്. എന്തിനാണ് ഇവർ തുടക്കം മുതൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നല്ലേ, ഞങ്ങളോട് കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു. നമ്മളൊരു സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ തമ്മിലുള്ള എന്തൊരു ദ്വന്ദ്വയുണ്ട. ഇങ്ങനെ ഓരോ വാചകവും എടുത്തിട്ട് അത് വെച്ച് ഇത് കട്ട് ചെയ്ത് മതത്തിനെതിരാണ് എന്നുള്ള ഒരു ടോൺ കൊണ്ടുവരുന്നത് എന്തിനാ കൊണ്ടുവരുന്നത്? അതിന് ഇവരല്ലേ ശ്രമിക്കുന്നത്? മതവിരുദ്ധയാണ് ശൈലജ ടീച്ചർ എന്ന് വരുത്തി തീർക്കാൻ എന്തിനാ ഇവർ ശ്രമിക്കുന്നത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത് എന്താ? ദേശീയ രാഷ്ട്രീയമല്ലേ കാര്യമായിട്ട് പറയുന്നത്? ഈ കേരളത്തിൽ ഉൾപ്പെടെ പണം നിഷേധിച്ചതിനെ കുറിച്ച് പറയില്ലേ? ഇതൊരു രാഷ്ട്രീയ സംവാദമാക്കിയിട്ടല്ലേ ഞങ്ങൾ മാറ്റിയത്? ഇവരെന്താ ചെയ്തത്? തുടക്കം മുതൽ കോവിഡ് കല്ലി വിളിച്ചില്ലേ? ഇവരുടെ പ്രകടനത്തിൽ ഉൾപ്പെടെ ഇവർ മുദ്രാവാക്യമായി വിളിച്ചില്ലേ? ഏതെങ്കിലും ഒരുത്തൻ ഇറങ്ങി നിന്ന് വിളിക്കല്ലേ എന്ന് പറഞ്ഞോ? അവരുടെ അമ്മയുടെ പ്രായമുള്ളവരെയാണ് ഈ തെറി വിളിക്കുന്നത്. ഈ ശോഭിനൊക്കെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ. ഒരാൾക്കും ഒരു പ്രയാസവും ഇല്ല. എന്നിട്ട് കാഫർ തേടിപ്പോ ഒരു കാഫർ മാത്രം എടുത്തോ പറയാൻ, അതും അന്വേഷിക്കട്ടെ, ആരക്കിയതെന്ന് അന്വേഷിക്കട്ടെ. ഒരു പള്ളിയിൽ നിന്ന് പറഞ്ഞതിന്റെ കാര്യം ഉണ്ടല്ലോ, പുല്ലോട്ട് പള്ളിയിൽ എത്ര സ്ഥലങ്ങളിലുണ്ട്. എന്തിനാ ഇങ്ങനെ പോകുന്നത്? കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി എന്തും പറയാം.
ഏത് പ്രചരണവും നടത്തും. അതല്ലേ നമ്മൾ കണ്ടത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശദീകരിച്ചത് പറയുന്നത് എന്തിനാ? അവിടെ ഉണ്ടായ ഈ ധ്രുവീകരണ സാഹചര്യങ്ങളെല്ലാം ഒന്ന് ഇല്ലാതെയാകണം. ഇത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് തന്നെ മാറണം. അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള സംവാദം അവിടെ ഉയർന്നു വരണം. അങ്ങനെ രാഷ്ട്രീയ സംവാദങ്ങളിലൂടെ നാടിനകത്തുണ്ടാകുന്ന ഈ വർഗീയ സംഘർഷങ്ങളിൽ അയവുണ്ടാകണം. അതിന് പരിശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവരെ ലക്ഷ്യം എന്താ? ഒരു തെരഞ്ഞെടുപ്പ് മാത്രം. തെരഞ്ഞെടുപ്പിൽ എന്ത് നുണയും പറഞ്ഞ് അങ്ങ് ജയിച്ചു പോകണം എന്നുള്ളതാണ്. ബാക്കിയെല്ലാം പോലീസ് അന്വേഷിക്കട്ടെ, പ്രതികളെ പിടിക്കട്ടെ. ശരി. ഈ കാസർഗോഡ് എന്തുകൊണ്ടാണ് ഇവരെ പോലീസ് പിടികൂടാത്തതെന്നാണ്? അത് മാത്രമല്ല പിടികൂടാത്ത, വേറെ കുറെ പിടികൂടാത്തുണ്ട് പോലീസ്. 17 കേസുണ്ട്. പിടിക്കട്ടെ. പിന്നെ ഇത് കാസർഗോഡ് മാത്രമല്ല, ഞങ്ങളുടെ അറിവിലേക്ക് പറയാട്ടോ, ഇന്ത്യൻ വോട്ടർ ID കൃത്രിമമായി ഉണ്ടാക്കിയവരാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം. ഇല്ലാന്ന് പറയില്ലല്ലോ. എന്നെക്കാളും അതിന്റെ കോപ്പി കിട്ടിയ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ തന്നതല്ലല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ തന്നെ തന്നതല്ലേ. ഇപ്പോഴും ഒരു പരാതിയുണ്ട്. ഇന്ത്യൻ വോട്ടർ ID കൃത്രിമമായിട്ട് ഒരു തെളിവുമില്ലാതെ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസിൽ. അവർ കഴിവില്ലാത്തവരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അവർക്ക് ഇങ്ങനത്തെ ചില കഴിവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കണ്ടെത്താൻ കുറച്ച് സമയമൊക്കെ എടുക്കും. എന്നാലും പ്രതികളിലേക്ക് എത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വേണ്ടത്ര സ്പീഡ് ഇല്ലാന്ന് തോന്നുന്നില്ല. അതെ, പോലീസിൽ ചിലപ്പോൾ കുറച്ച് സ്പീഡ് കുറവുണ്ടാവും. ശരി.